വിശദമായ മെമ്മോറാണ്ടം കൊടുക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത്. അതെ, തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ അതിന്റെ ഒരു പ്രാഥമിക കാര്യങ്ങൾ അവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. വളരെ വിശദമായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ ബാക്കി കാര്യങ്ങൾ സപ്ലിമെന്റ് ആയിട്ട് കാര്യങ്ങൾ അറിയിക്കുമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ആ കാര്യങ്ങൾ കൂടി ലഭ്യമായി കഴിഞ്ഞാൽ ആ നിലയിൽ തന്നെ ഇടപെടുമെന്നുള്ള ഉറപ്പാണ് പ്രധാനമന്ത്രി യോഗത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മളത് പെട്ടെന്ന് തന്നെ കൊടുക്കും. ഇപ്പോൾ ഫസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇന്ന് സമർപ്പിച്ചല്ലോ, ബാക്കി കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് ഉടനെ തന്നെ മറ്റു കാര്യങ്ങൾ കൂടി ചെയ്യുന്നതായിരിക്കും. അതെ അതെ, പ്രാഥമികമായിട്ടുള്ളൊരു കാര്യമാണ് കൊടുത്തത്. അതിൽ റീകൺസ്ട്രക്ഷന്റെ മാത്രമാണ് 2000-ൽ കൂടുതൽ വരുന്നത്. മറ്റ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വെച്ച് പ്രാഥമികമായ ഒരു കാര്യമാണ് മെമ്മോറാണ്ടത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും മറ്റ് കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് അധികം വൈകാതെ തന്നെ മറ്റു കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ആ സ്ഥലങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം മോബ്രിയിലെ നേരത്തെയുള്ള ദുരിതമാണ് അതാണ് ഉദാഹരിച്ചത്. അത് അദ്ദേഹം ഇവിടെ വീണ്ടും ഈ മീറ്റിംഗിൽ സൂചിപ്പിച്ചിരുന്നു. ഗുജറാത്തിൽ 970കളുടെ അവസാനത്തിലുണ്ടായ സംഭവം അദ്ദേഹം ഉൾപ്പെടെ അതിലൊരു സേവന പ്രവർത്തനങ്ങളിൽ പങ്കുകൊണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ഈ ദുരന്തത്തെ കാണുമ്പോൾ ആശുപത്രിയിലും അതുപോലെ ക്യാമ്പിലും പോയപ്പോഴുണ്ടായ അദ്ദേഹത്തിന് അനുഭവം വെച്ചുകൊണ്ട് തന്നെ എല്ലാ നിലയിലും കേന്ദ്ര സർക്കാർ സഹായിക്കുമെന്നാണ് യോഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്. നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം, അത്തരത്തിൽ സംസാരിച്ചു. അതെ, നമ്മുടെ മെമ്മോറാണ്ടത്തിൽ വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. മെമ്മോറാണ്ടത്തിൽ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് മുമ്പ്, യോഗത്തിന് മുമ്പ് തന്നെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം മറ്റ് കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. ഈ പ്രസന്റേഷനും മറ്റ് കാര്യങ്ങളും സമർപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രി സംസാരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാണ് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ട് എല്ലാ നിലയിലും പിന്തുണക്കും എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലെല്ലാമുണ്ട്. പ്രസന്റേഷനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് റീകൺസ്ട്രക്ഷനുമായി, പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഏകദേശം ഒരു കണക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റ് എല്ലാ സംവിധാനങ്ങളും എടുത്ത കണക്കാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളും എല്ലാമുണ്ട്. റീകൺസ്ട്രക്ഷന് മാത്രം 2000-ൽ അധികം എന്തായാലും തുക സഹായം വേണ്ടിവരും. മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ആ വരവിനെ നോക്കിക്കണ്ടത്. ആ പ്രതീക്ഷകൾ സാധൂകരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ കേന്ദ്ര സഹായം ഇല്ല എന്ന കാരണത്താൽ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ അവസരമുണ്ടാവുകയില്ലെന്നും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ കേന്ദ്ര പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനി സമഗ്രമായ വിശദമായ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അത് എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക എന്നതാണ് ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം അടിയന്തരമായി നിർവഹിക്കുക എന്ന നിലയിലാണ് പോകുന്നത്. എന്തായാലും കേന്ദ്രവും സംസ്ഥാനവും ജനങ്ങളും സഹകരിച്ചുകൊണ്ട് ഈ ശ്രമകരമായ ദൌത്യത്തെ പൂർത്തിയാക്കാനും ഈ പ്രതിസന്ധി അതിജീവിക്കാനും നമുക്കെല്ലാം കഴിയും എന്ന പ്രത്യാശ കൂടുതൽ ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ്, പ്രഖ്യാപനങ്ങളുമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് കൂടുതൽ കർമ്മനിരതമായി പ്രവർത്തിക്കാനുള്ള ആവേശവും അത് നൽകിയിട്ടുണ്ട്.